വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ വിളിക്കും, സാറേ ജോലി പോയി, കമ്പനിയിൽ ലേ ഓഫ് ആണ്, ചിലപ്പോൾ ജോലി പോകാൻ സാധ്യതയുണ്ട്. ഇത്തരം കോളുകൾ വളരെ സാധാരണമായി ലഭിക്കുന്ന കോളുകളാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. സ്റ്റീഫൻ കോവയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന അതിൽ 7ാമതായി പറയുന്ന ഹാബിറ്റാണ് ഷാർപ്പൻ യുവർ സോ എന്ന് പറയുന്നത്. നമ്മുടെ ജോലി പോകാനുള്ള സാധ്യതയും ജോലി പോകുന്ന അവസ്ഥയും ജോലി പോകുമോ എന്നുള്ള പേടിയുമെല്ലാം മാറ്റാനായിട്ട് ഈ സ്കില്ല് ആവശ്യമാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദിവസവും ചുരുങ്ങിയത് 20 മിനിറ്റ് ഒരു കാര്യത്തെക്കുറിച്ച് അറിയുക അല്ലെങ്കിൽ വായിക്കാനും മനസ്സിലാക്കുവാനുമായി സമയം ചെലവഴിക്കുക എന്നുള്ളത്. തീർച്ചയായും കാലങ്ങൾ മാറുന്നതനുസരിച്ച്, ദിവസങ്ങൾ പോകുന്നതനുസരിച്ച് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഷാർപ്പൻ യുവർ സോ, നമ്മുടെ ആയുധത്തിന് മൂർച്ച കൂട്ടുക, ടൂൾസ് മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡും മോഡേണുമാക്കി മാറ്റുക. അതല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ജോലി നഷ്ടപ്പെടുകയും നാം ഏത് മേഖലയിലായിരിക്കുന്നു ആ മേഖലയിൽ നിന്ന് നാം ഔട്ട്ഡേറ്റഡും ഔട്ടുമാകാൻ സാധ്യത കൂടുതലാണ്. പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ടീച്ചിങ് ആകാം, ടെക്നോളജി ആകാം, വീഡിയോഗ്രാഫി ആകാം, ആനിമേഷൻ ആകാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകാം. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയും ടൂൾസും സ്ട്രാറ്റജിയും യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വളരെ അധികം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ദിവസം 20 മിനിറ്റ് നിങ്ങളായിരിക്കുന്ന മേഖലയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ വളരുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ദിനം പ്രതി സയൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 100 വർഷത്തിലുണ്ടായ ചേഞ്ചാണ് ഈ 10 വർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും വേഗത്തിലാണ് നാം വളരേണ്ടിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഇൻക്രിമെൻ്റൽ ഗ്രോത്തുമുണ്ട്, എക്സ്പൊണൻഷ്യൽ ഗ്രോത്തുമുണ്ട്. ഇൻക്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ 1+1+1+ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്നാൽ എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2 ആ രീതിയിലായിരിക്കും പോകുന്നത്. എക്സ്പൊണൻഷ്യലായി ഗ്രോ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നാം ഔട്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ എറണാകുളം ഇൻഫോ പാർക്കിൻ്റെ സമീപത്തൂടെ പല പ്രാവശ്യം പോകാറുണ്ട്. പോകുമ്പോഴൊക്കെ കാണുന്നത് ഒത്തിരി യുവാക്കളും യുവതികളും തടിച്ചുകൂടി പോകുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരിക്കൽ പോലും പ്രായമായ ആളുകളെ അവിടെ കാണാൻ സാധിക്കുന്നില്ല. പ്രായമായവർ അധികവും ക്ലീനിങ് ജോലി, അതല്ലെങ്കിൽ അത്തരം സെക്യൂരിറ്റിമാർ, ഇവരെ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും ചെറുപ്പക്കാരും ചെറുപ്പത്തിൻ്റെ തുടിപ്പിലുള്ളവരുമായ ആളുകളാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എവിടെയാണ് ബാക്കിയുള്ള ആളുകളെല്ലാം പോകുന്നത്? തീർച്ചയായും സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാത്തവർ ഔട്ടാകുമെന്നുള്ളതിനൊരു മെസ്സേജ് കൂടിയാണ് അതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ ചാറ്റ് GPT പോലെ ടെക്നോളജീസ് വരുന്നു. ചാറ്റ് GPT വന്നപ്പോൾ തന്നെ ആ മേഖലയിൽ 50% ജോലി നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, IoT തുടങ്ങിയ ടെക്നോളജികൾ വരുമ്പോൾ ധാരാളം ആളുകളുടെ ജോലി നഷ്ടപ്പെടും. സ്റ്റഡീസ് പറയുന്നത് അടുത്ത 20 വർഷത്തിനുള്ളിൽ 50% ജോലികളും ഇല്ലാതെയാകുമെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാവരും ജോലി നഷ്ടപ്പെടുമെന്നുള്ളതല്ല. നാം അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ, നാം അപ്ഗ്രേഡ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ജോലി നഷ്ടപ്പെടും. അപ്പോൾ ഓർത്തിരിക്കുക, ഈ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുവാൻ ദിവസവും 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. 20 minutes every day to upgrade yourself. 20 minutes every day to strengthen your muscles. Otherwise you will be outdated and you will be out from the industry where you are. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ജോലി നഷ്ടപ്പെടുമെന്ന് പേടിയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എൻ്റെ ശമ്പളം കിട്ടാതെയാകുമെന്നോ, ഞാൻ ഔട്ടാകുമെന്നോ, ഞാൻ ലേ ഓഫിൻ്റെ ഇമ്പാക്റ്റ് ആകുമെന്നോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം ഓർത്തിരിക്കുക. നിങ്ങൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ പ്രൊഫഷണൽസ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ തിളങ്ങുവാൻ സാധിക്കും. ഒരു ദിവസം 20 മിനിറ്റ് വെച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരാഴ്ച, 1 മാസം, 1 വർഷം, 10 വർഷം എത്രയോ സ്കില്ലാണ് നാം നേടിക്കൊണ്ടിരിക്കുന്നത്. 4 കാര്യങ്ങളിൽ പ്രധാനമായും സ്കില്ല് നേടണമെന്ന് പറയാറുണ്ട്. 1 കമ്മ്യൂണിക്കേഷൻ, 2 IT, 3 സോഫ്റ്റ് സ്കിൽ, 4 ഡൊമൈൻ സ്കിൽ. ഈ പറയുന്ന ആദ്യത്തെ ITയും സോഫ്റ്റ് സ്കില്ലും കമ്മ്യൂണിക്കേഷനും നിരന്തരമായ പ്രാക്ടീസ് ആവശ്യമാണ്. എന്നാൽ ഡൊമൈൻ സ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ എല്ലാവർക്കും ഉള്ള സ്കില്ലുകളാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, IT സ്കിൽ, സോഫ്റ്റ് സ്കിൽ. എല്ലാവർക്കും ഉണ്ടെന്നല്ല, സ്വാഭാവികമായി നമുക്ക് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഡൊമൈൻ സ്കിൽ, നാം ആയിരിക്കുന്ന മേഖലയിൽ ഏറ്റവും പ്രോ ആണോ നാം, ഏറ്റവും പ്രൊഫഷണലാണോ നാം, ഏറ്റവും ബെസ്റ്റാണോ നാം, ഏറ്റവും ബെസ്റ്റ് പെർഫോമേഴ്സ് ആണോ നാം, ഈ കാര്യം എല്ലാ ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ആ മേഖലയിൽ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളുമായി നിങ്ങൾ കോമ്പറ്റ് ചെയ്യുക, അവരുമായി നിങ്ങൾ കോഓപ്പറേറ്റ് ചെയ്യുക, അവരുമായി നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യുക. അപ്പോഴാണ് വിജയിക്കുവാൻ സാധിക്കുന്നത്. ഒരിക്കലും ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. 21st century സ്കില്ലായ 20 minutes every day for domain skills. You will succeed. It is Dr. Paul V. Matthew, the Habit Builder, signing off.